ഇന്നത്തേത് എല്ലാവർക്കും തന്നെ ഒരുപാട് ഉപകരിക്കുന്ന കുഞ്ഞി ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു ടിപ്പ് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണല്ലേ, നമുക്ക് ഒരുപാട് ചക്കപ്പഴമൊക്കെ കിട്ടണ സമയത്ത് ഇത് വെറുതെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ നാളത്തേക്ക് ഈ ചക്കപ്പഴമൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ സിപ്പ് ലോക്ക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ ചക്കപ്പഴമൊക്കെ നിറച്ച് കൊടുക്കാം. നമ്മൾ ഈ എടുത്തിട്ടുള്ള ചക്കയിലും അതുപോലെ ഈ ഒരു കവറിലും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ഒരു വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചക്ക സൂക്ഷിച്ച് വെക്കണതെങ്കിൽ ഈ കവറിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എടുത്തു വെച്ചാൽ മതി. 3 മാസം വരെയൊക്കെ നമുക്ക് ഈ ഒരു ചക്കപ്പഴം എടുത്തു വെച്ചാൽ മതിയെങ്കിൽ ഇതിലേക്ക് തേനൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഫ്രീസറിൽ എടുത്തു വെച്ചാൽ മതി. 3 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മളൊക്കെ കൂടുതലായിട്ടും പപ്പടമൊക്കെ കടയിൽ പോയിട്ടല്ലേ വാങ്ങാറ്. പക്ഷേ അതിനെ കഴിഞ്ഞും വളരെ എളുപ്പത്തിൽ റാഗിപ്പൊടി കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പപ്പടം തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് റാഗിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ ചേർക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ചവ്വരി നല്ലോണം പൊടിഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റാഗിപ്പൊടിയും കൂടെ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണേ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ്. ഇത് രണ്ടും ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇനിതാ നമ്മൾ ഈ ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടും റാഗിയുടെ ഈ ഒരു മിക്സും ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഞാനിനി ഈ പപ്പടം തയ്യാറാക്കണത് കുക്കറിൽ വെച്ചാണ്. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഈ ഒരു കൂട്ടും 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിങ്ങനെ തിളച്ച് തുടങ്ങണ സമയത്ത് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റാഗിയുടെ ഈ ഒരു മിക്സില്ലേ, ഇതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ആ ചേർത്തിട്ടുള്ള ഉപ്പ് പാകത്തിന് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൂടെ നോക്കണേ. 5-6 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഇത് കുറച്ചൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് കുറച്ചും കൂടെ തിക്കായി വന്നിട്ടില്ലേ. ഇനി നമ്മുടെ പപ്പടം ഉണക്കിയെടുക്കാനായിട്ട് ഞാൻ വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്തിലേക്കാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കണത്. ഇനി ഇത് ഒത്തിരി പരത്തിയിട്ടെടുക്കരുത്. നമ്മളിത് ഒത്തിരി പരത്തി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത് ഉണങ്ങി വരണ സമയത്ത് ഈ ഒരു തുണിയിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും കേട്ടോ. കുറച്ചൊന്ന് കട്ടിയിൽ തന്നെ ഇത് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിലുണ്ടെങ്കിൽ 1-2 ദിവസം മാത്രം മതിയാകും. എനിക്കിത് ഇങ്ങനെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് 2 ദിവസമാണ് വേണ്ടി വന്നത്. ഇനിതാ ഈ പപ്പടമില്ലേ, ഇതിൻ്റെ പുറകിലായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെയൊന്ന് തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. മുഴുവനും ഈ ഒരു തുണിയിൽ നിന്നിങ്ങനെ വിടിയിച്ചെടുത്ത് കഴിഞ്ഞാൽ 1 ദിവസം കൂടെ ഇതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ റാഗിപ്പൊടി കൊണ്ടുള്ള ഈ ഒരു പപ്പടം. ഇത് പെട്ടെന്ന് കേടുവരുവോ ഇല്ല കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി. ഞാനിനി ഇതൊന്ന് വറുത്ത് കാണിച്ച് തരാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പപ്പടമില്ലേ, അതിനെ കഴിഞ്ഞൊക്കെ നല്ല രുചിയാണ് ഈ ഒരു പപ്പടം കഴിക്കാനായിട്ട്. അതുപോലെ കുറച്ച് കൂടുതൽ അളവിൽ ഇതുപോലെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് പപ്പടം മേടിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. റാഗിപ്പൊടിയും എള്ളും ഒക്കെ കഴിക്കണത് നമ്മുടെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണല്ലോ. ഇതുവരെ ഈ രീതിയിൽ റാഗിപ്പൊടി വെച്ച് പപ്പടം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞ് ടിപ്പ് നോക്കാം. നമ്മളൊക്കെ കൂടുതലായിട്ടും ചെറുപയറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്
വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടായിരിക്കും വേവിക്കുക. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ ചെറുപയറൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ടും എടുക്കാം. ഇനിതാ നമ്മൾ ഈ കട്ടയാക്കി എടുത്തിട്ടുള്ള ചെറുപയറില്ലേ, ഇത് ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇത് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇനിതാ ഇതിൻ്റെ മുകളിലായിട്ടും 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ചെറുപയർ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇനിതാ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇതാ ഇപ്പോഴും കട്ടയായിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇനി കുക്കർ മൂടി വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോഴേക്കും നമുക്ക് ഈ ചെറുപയറൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മാത്രം പോരെ, ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യണതെന്ന്. ഈ ഒരു രീതിയിലും ചെറുപയർ വേവിച്ചെടുക്കാമെന്ന് കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതാ ഇതുപോലെ ചെറുപയറൊക്കെ ഐസാക്കിയിട്ടാണ് വേവിച്ചെടുക്കണതെങ്കിൽ നമ്മൾ സാധാരണ ചെറുപയർ വേവിക്കുന്നതിനെ കഴിഞ്ഞും പകുതി സമയം മാത്രമേ വേണ്ടി വരുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മളൊക്കെ കൂടുതലായിട്ടും പുട്ട് തയ്യാറാക്കുക പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുത്തിട്ടല്ലേ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുട്ടുകുറ്റിയൊന്നും ഇല്ലെങ്കിലും സാരമില്ല, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇതിൽ നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കണ പോലെ തന്നെ പുട്ടുപൊടിയും തേങ്ങയൊക്കെ നിറച്ച് കൊടുത്ത ശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയിട്ട് എടുത്താലും മതി. ഈ ഒരു രീതിയിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഒരുപാട് പുട്ടൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ നനച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയില്ലേ, ഇത് വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മൂടി വയ്ക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് പുട്ടുപൊടിയുടെ ഈ ഒരു കൂട്ടും വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചും വേവിക്കാം. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഒരുപാട് പുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളൊക്കെ എപ്പോഴും വീട്ടിൽ ദോശയൊക്കെ തയ്യാറാക്കാറില്ലേ. ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ദോശമാവിലേക്ക് 1-2 ടീസ്പൂൺ മുരിങ്ങയില പൊടിയും കൂടെ ചേർത്തിട്ട് ദോശ തയ്യാറാക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. മുരിങ്ങയില പൊടിയൊക്കെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ദോശമാവിലേക്ക് മുരിങ്ങയിലപ്പൊടി ചേർത്തു എന്ന് വെച്ചിട്ട് രുചിയിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. മുരിങ്ങയിലപ്പൊടി ചേർത്തു എന്ന് മനസ്സിലാവുക പോലുമില്ല. പക്ഷേ ഇങ്ങനെ ദോശ തയ്യാറാക്കുവാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. ഇതിൽ മിക്കതും തന്നെ നിങ്ങൾക്കൊക്കെ അറിയണതായിരിക്കാം. എന്നാലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്